വെൽക്കം ബാക്ക് ടു AR Savalan. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ദേശീയപാതയുടെ പുതിയ കാഴ്ചകളിലായിരുന്നു. അപ്പോൾ നമ്മുടെ കരിമ്പനപ്പാലത്തു നിന്നാണ്, കരിമ്പനപ്പാലം മുതൽ നമ്മുടെ മൂരാട് പാലം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മളെ ഡ്രോണ് നേരത്തെ വീണ് തകർന്നതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറഞ്ഞത്. ഓരോ ദിവസം എവിടുന്നെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഡ്രോണൊക്കെ താൽക്കാലികം ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ എമൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടുള്ളൊരു കാലതാമസം കൊണ്ടാണ് ഇപ്പോൾ വീഡിയോയുടെ എണ്ണം കുറയുന്നത്. അപ്പോൾ നമ്മുടെ കരിമ്പനപ്പാലത്ത് കോട്ടക്കടവ് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ പൈലിംഗ് അടിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടായിരുന്ന കരിമ്പനപ്പാലം ഭാഗത്തൂടെ ദേശീയപാത കടന്നു വന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം ഇവിടെ പൈലിംഗ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. കെല്ലർ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഭാഗത്ത് വർക്ക് എടുക്കുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ, കെല്ലറിൻ്റെ കിടിലം ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഗാടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡുള്ള സേഫ്റ്റിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി മുഖ്യം വിജിലെ എന്ന് പറഞ്ഞ പോലെ സേഫ്റ്റിക്കും കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഓഫീസും ഫ്ലാഗും എല്ലാ സെറ്റപ്പും ഇവിടെ ഫയർ അസംബ്ലി പോയിൻ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ജർമ്മൻ കമ്പനിയാണ് കെല്ലർ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ വർക്കേഴ്സും അതേപോലെ തന്നെ സൂപ്പർവൈസും എൻജിനീയേഴ്സും ഒക്കെ കുറച്ച് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമ്മൾ എന്താ അവരുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അപ്പോൾ വാഗാടിനൊക്കെ കാണുമ്പോൾ ഈ അവസരത്തിലെടുത്ത് തോട്ടിലെറിയാൻ തോന്നും. കാരണം ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, ഒരു സേഫ്റ്റി മാനദണ്ഡം പാലിക്കാത്ത കമ്പനിയാണ് വാഗാട്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസമുണ്ട് കെല്ലറും നമ്മൾ വാഗാടും തമ്മിൽ. അപ്പോൾ കെല്ലർ കുറച്ച് വർക്ക് മാത്രമാണ്. നിലവിലെ വെങ്ങളം റീച്ചുള്ള മുഴുവൻ വർക്കുകളും വാഗാടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. നേരത്തെ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ ആ വാർത്തയുടെ അടിസ്ഥാനത്തിലൂടെയാണ് കുറച്ച് നമ്മൾ വാഗാടിനെ കുറേയൊക്കെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞത്. വാഗാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ മുഴുവനായിട്ടും വർക്കിന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പം പുതിയ വർക്കുകൾ ഇപ്പോൾ അതൊക്കെ കെല്ലറും അതേപോലെ തന്നെ ഗൾഫാർ എന്ന് പറയുന്ന രണ്ട് കമ്പനികൾക്കാണ് കൊടുത്തത്. അതും ചെറിയ തുച്ഛമായിട്ടുള്ള വർക്കുകൾ മാത്രമാണ്. വാഗാട് തന്നെയാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കോട്ടക്കടവ് ഭാഗത്തുള്ള 6 വരിയുടെ ഭാഗത്ത് കുറേയൊക്കെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റെയിൽവേ ക്രോസിങ് കാര്യങ്ങൾ, അണ്ടർ പാസേജ് വളരെ നിർബന്ധമായിട്ട് വേണ്ടൊരു പ്രദേശമായിരുന്നു. നമ്മുടെ റെയിൽവേ ക്രോസ് ചെയ്യുന്ന ഒരു പ്രദേശത്ത്, കോട്ടക്കടവ് ഭാഗത്തേക്ക് കറുകയിലൊക്കെ പോകുന്ന പ്രദേശത്ത്, പക്ഷേ അവിടെ കൊടുത്തിട്ടില്ല. അപ്പം അതേപോലെ തന്നെ അത് കഴിഞ്ഞ് SP ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് കഴിഞ്ഞതിൻ്റെ തുടർന്നുള്ള അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് SP ഓഫീസ് പാലോളിപ്പാലം ആ ഒരു ഭാഗമാണ്. അപ്പം ഇവിടെ വാഗാടിൻ്റെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ട്, അത് പാലോളിപ്പാലം മുതൽ മൂരാട് പാലം വരെയുള്ള പ്രദേശം നമുക്കറിയാം. E5 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വർക്ക് എടുക്കുന്നത്. E5ൻ്റെ വർക്ക് ഒട്ടും ക്വാളിറ്റിയല്ല അതല്ല, അല്ലെങ്കിൽ ഫിനിഷിംഗ് ഉള്ളതല്ല എന്ന് നമുക്കൊരു പക്ഷേ തീർത്തും പറയേണ്ടിയിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ SP ഓഫീസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ നിന്ന് കാണുന്ന നെയിം ബോർഡ് ഉണ്ടോ, അത് ഇതേപോലെയുള്ള ഇപ്പോൾ പോകുന്ന ഒരു ടോറസ് വാഹനം കാണില്ല, അതേപോലെ ഒരു ടോറസ് വാഹനം ഓഫ്ലോഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബോഡി താഴ്ത്താതെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിഞ്ഞു വീണതാണ്. അപ്പോൾ അതിന് ശേഷം ആ നെയിം ബോർഡ് പുനഃസ്ഥാപിച്ചിട്ടില്ല. അത് ബോർഡ് സ്ഥാപിച്ചതും വലിയ സേഫ്റ്റിയോട് കൂടിയിട്ടാണ്, വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പുള്ള ഫൗണ്ടേഷനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ട്രാഫിക് വയലേഷനായിരുന്നു ആ ടോറസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അതിന് ശേഷം ആ നെയിം ബോർഡ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ഒരുപാട് വെയിറ്റുള്ള, ടൺ കണക്കിന് വെയിറ്റുള്ള ഒരു നെയിം ബോർഡാണ്. ആ നെയിം ബോർഡാണ് തകർന്ന് വീണത്. ഭാഗ്യത്തിന് ആർക്കും ഒരു പരിക്കും ഉണ്ടായിട്ടില്ല. ചെറിയ ഡ്രൈവർക്കുള്ള പരിക്ക് എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള ഭയങ്കര പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ പാലോളിപ്പാലം, അതേപോലെ തന്നെ അരവിന്ദ ഘോഷ് പാലിയാട്ട് നട ഭാഗത്തുള്ള ഇവിടെയൊക്കെ നമ്മൾ കോൺക്രീറ്റ് റോഡാണ്. 6 വരിയുടെയും വർക്ക് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ പല ആളുകളും കരുതുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ടാറിങ്ങൊക്കെ വരുന്നത്. കാരണം സർവീസ് റോഡിലൂടെ സത്യം പറയുകയാണെങ്കിൽ ഓട്ടോറിക്ഷ പോലെയുള്ള, ബൈക്ക് പോലെയുള്ള, സ്കൂട്ടി പോലെയുള്ള വാഹനങ്ങൾക്കൊന്നും സഞ്ചരിക്കാൻ ഒരു നിർവാഹമില്ല. കംപ്ലീറ്റ് റോഡ് എന്താ പറയുക, തൊട്ടിൽ പോലെയാണ്. ഒരു ഫിനിഷിങ്ങും ഇല്ല. കോൺക്രീറ്റിങ്ങിനകത്ത് ഒരു ഫിനിഷിങ്ങും ഇല്ല. വണ്ടി തുള്ളിയാണ് പോകുന്നത്. ഒരു പച്ചത്തുള്ളം പോകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ പച്ചത്തവളയൊക്കെ പോകുന്നത് പോലെയാണ് വാഹനം ഇതിലെ കടന്നു പോകുന്നത്. അപ്പോൾ ഫിനിഷിംഗ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരുടെ വലിയ പോരായ്മ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ചീനംവീട്, അതേപോലെ തന്നെ JNM GHS, അതേപോലെ തന്നെ ചെട്ടിയാത്ത് UP സ്കൂള് തുടങ്ങിയ 2-3 സ്കൂളുകളുണ്ട്. പക്ഷേ ഇവിടെ എവിടെയും റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല.
സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ 6 വരി ക്രോസ് ചെയ്തിട്ട് വേണം പല സ്കൂളിലേക്ക് തിരിച്ചു മറിച്ച് 2 സൈഡിലേക്കും പോകുന്ന ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു സംവിധാനം ഇവിടെയില്ല. നിലവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൂടെ ചാടിക്കടന്നുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. അതേപോലെ തന്നെ പാലിയാട്ട് നട പോലെയുള്ള പ്രദേശത്തു നിന്നുള്ള ലിമിറ്റഡ് ബസ്സിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാലും അവർക്കും റോഡ് ക്രോസ് ചെയ്യാൻ ഒരു സംവിധാനമില്ല. 1-2 കിലോമീറ്ററിനിടയിൽ ഒരു സംവിധാനവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓയിൽ മിൽ പരിസരവും ഓയിൽ മില്ലില്ല, നമ്മുടെ ബ്രദേഴ്സ് സ്റ്റോപ്പ് കഴിഞ്ഞ് മൂരാട് പാലം വരെ റോഡ് ക്രോസ് ചെയ്യാൻ ഒരു സംവിധാനമില്ല. അതേപോലെ മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നേരത്തെ സോയിൽ നെയിലിംഗ് ചെയ്ത് ഇടിഞ്ഞു പൊളിഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പൊളിഞ്ഞ പ്രദേശം ഇപ്പോഴും അതേപോലെ തന്നെ അനിശ്ചിതമായി കിടക്കുകയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് റോഡ് ഒരു ട്രാക്കിലേക്ക് മാറുകയാണ്. 2 ട്രാക്ക് കുറേ കാലമായി ഇങ്ങനെ ഡിവൈഡർ വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മഴയും വെയിലും എല്ലാം ഒക്കെ കഴിഞ്ഞു പോകുന്നല്ലാതെ ഇവിടെ ഒരു വർക്കും ഇതുവരെയും എടുത്തിട്ടില്ല. വളരെ ഗുരുതരമായ വീഴ്ച. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ മഴയത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ താഴെ വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇലക്ട്രിക് പോസ്റ്റ് ആ രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല. വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളെ ഈ ഒരു കമ്പനി E5 എന്ന് പറയുന്ന കമ്പനി ഈ പ്രദേശത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പാലത്തിന് ശേഷം ഈ പാലത്തിൻ്റെ ആ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ചെറിയ രീതിയിൽ റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ മൂരാട് പാലം അനിശ്ചിതമായി കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. ആ സർവീസ് റോഡിനോട് കൂടിയിട്ട് ആ മൂരാട് പാലവും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കുറച്ചുകൂടി ഒരു സർവീസ് റോഡ് കുറച്ചുകൂടി മെച്ചപ്പെട്ടാകുമായിരുന്നു. അപ്പോൾ മൂരാട് ഭാഗത്തു നിന്നുള്ള കാഴ്ച ഈ രീതിയിലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മൂരാട് പുതിയ നാഷണൽ ഹൈവേയിൽ പലയിടത്തും ബസ് സ്റ്റോപ്പുകളും അതേപോലെ വരേണ്ടുന്ന ബസ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഷെഡുകൾ, ഇപ്പോൾ നിലവിലെ വെയിറ്റ് ഷെഡുകളൊക്കെ വലിയ പ്രായോഗികമായിട്ടുള്ള നിർമ്മിച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ സത്യം പറയുകയാണെങ്കിൽ 6 വരി പാത ഇത്രയും വലിയ കോടികൾ പ്രൊജക്റ്റൊക്കെ നടത്തിയിട്ട് ബസ് സ്റ്റോപ്പുകൾ ഒരു AC ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനമുള്ളൊരു ബസ് സ്റ്റോപ്പുകൾ ദേശീയപാതയിൽ നിർമ്മിച്ചിട്ടുണ്ട്. വലിയ ഉപകാരമാണ്. നേരത്തെ പോലെയല്ല. നേരത്തെയൊക്കെ റോഡിലൊക്കെ ഇഷ്ടംപോലെ തണൽ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നടന്നു പോകാൻ എന്തിനധികം ഒരു 15 മിനിറ്റ് പോലും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. കോടിക്കണക്കിന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപയുടെ ഒരു സോളാർ പാനൽ വെച്ചിട്ട് ഒരു AC എങ്കിലും വെക്കാനുള്ള ഒരു സന്മനസ് സത്യത്തിൽ ദേശീയപാത അതോറിറ്റി കാണിക്കേണ്ടതായിരുന്നു. അതൊക്കെ വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ കാലഘട്ടം ഇത്രയും ടെക്നോളജിയും സംവിധാനങ്ങളും എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സോളാർ പാനലുകളും വീട്ടിലും എന്ന് വെക്കേണ്ട എവിടെയും കാട്ടിൽ വരെ സോളാർ പാനൽ ഈ ഒരു അവസ്ഥ. പുതിയ 6 വരി പാതയിലും ബസ് സ്റ്റോപ്പുകളിൽ ആളുകൾക്ക് വെയിറ്റിംഗ് ഷെഡുകളിലൊക്കെ സോളാർ പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള AC-യും അതോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയൊരു ഉപകാരമായിരുന്നു. ജനങ്ങൾക്ക് വലിയൊരു ഒരു കാഴ്ചപ്പാടുള്ളൊരു ഭരണകൂടമല്ല, കാഴ്ചപ്പാടുള്ളൊരു നാഷണൽ ഹൈവേ അതോറിറ്റി എന്നൊക്കെ നമുക്കൊരു പക്ഷേ വിളിക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും 6 വരി പാത നിർമ്മിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്നും അല്ലെ NHA അത്തരത്തിലുള്ള മുൻകൈ എടുത്ത് അത്തരത്തിലുള്ള ഒരു പരിപാടികളും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ AC വെക്കുമ്പോൾ AC ചിലപ്പോൾ സ്വാഭാവികം ചില ആളുകൾ പറയും സാമൂഹ്യ ദ്രോഹികൾക്കൊക്കെ ബസ് സ്റ്റോപ്പുകൾ നശിപ്പിച്ചാലാണ്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെ. ഇനിയിപ്പോൾ അത് മെയിൻ്റനൻസ് ചിലവ് 1 രൂപ അറ്റ്ലീസ്റ്റ് പണ്ട് നമ്മളെ ഒരു എന്താ പറയുക ഈ കോയിൻ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് 1 രൂപ ഒക്കെ കോയിൻ ഇട്ടിട്ട് വിളിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ 1 രൂപയെങ്കിലും ഇട്ടുകൊണ്ട് നമ്മൾ ആ ഒരു ബസ് സ്റ്റോപ്പിനകത്ത് അറ്റ്ലീസ്റ്റ് ആ ഡോറ് തുറക്കാനും അല്ലെങ്കിൽ അതിനൊരു 1 രൂപയോ 1-2 രൂപ ഫീസ് ഈടാക്കിയാൽ പോലും ജനങ്ങളത് നൽകാൻ തയ്യാറാവും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വലിയ ഉപകാരവും. കാരണം ബസ് സ്റ്റോപ്പുകളിൽ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വെയിൽ കൊള്ളാതെ നമ്മളെ ചൂടിൽ, പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ചൂടുകളിൽ, അതേപോലെ തന്നെ മഴക്കാലത്ത് മഴ കൊള്ളാതെയൊക്കെ സേഫായിട്ട് നിൽക്കാനെങ്കിലും ഉപകരിക്കുമെന്ന് ജസ്റ്റ് നമ്മളൊരു അഭിപ്രായം, ഒരു കാഴ്ചപ്പാട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. കാരണം പലയിടത്തും നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ ഒരു AC ഉള്ള ഒരു ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും. ഇവിടെ കണ്ടോ നിങ്ങൾ, അത് നമ്മുടെ ഗോപാലൻ്റെ വീടാണ്. അപ്പോൾ നമുക്കിത് ഒരു വലിയൊരു സംഭവമായിട്ടൊക്കെ ഒരു പക്ഷേ അത്രയും വേണമെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ AC എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. കാലം മാറിയിട്ട് നമ്മൾ പണ്ടേ ആ ഓടും അതോടൊപ്പം തന്നെ താർപ്പായി വലിച്ചും ഷീറ്റ് വലിച്ചും ഒക്കെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ തീരെ അപ്ഡേറ്റഡ് അല്ല, ഓൾഡ് ജെന്നാണ് ഇപ്പോഴും എന്നൊരു പക്ഷേ ആളുകൾ നമ്മളെ വിലയിരുത്തും. ടെക്നോളജിയും സംവിധാനങ്ങളൊക്കെ മാറുമ്പം കാലഘട്ടത്തിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പുതിയ സംവിധാനങ്ങളും ജനങ്ങൾ കൂടി ഉപകാരപ്പെടുന്ന എന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ്, ലൈക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയ ആളുകളുടെ അതൊക്കെ നൽകി സപ്പോർട്ട് ചെയ്യുന്ന മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ
പയ്യോളി മുതൽ ഉള്ള കാഴ്ചയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്.